ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്നോബോൾ കുക്കീസിന്റെ റെസിപ്പി ഇടുവോ, ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആയില്ലേ ചേച്ചിന്ന്. അപ്പം ആ കുട്ടിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു സ്നോബോൾ കുക്കീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. അപ്പൊ താമസിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. നമുക്ക് ഈ കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മൈദ 200 ഗ്രാം ആണ്, പഞ്ചസാര പൗഡർ 100 ഗ്രാം ആണ്, പിന്നെ ബട്ടർ. ഇത് നമ്മുടെ മാർഗരിൻ്റെ വനസ്പതിയാണ്, ഇവിടെ കുക്കീസ് ഉണ്ടാക്കുന്ന വനസ്പതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ബട്ടർ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ, ബട്ടർ എടുത്താൽ മതി, അതാ നല്ലത്. അത് 150 ഗ്രാം ഉണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് ആണ്, അത് അണ്ടിപ്പരിപ്പ് കുറച്ച് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇതിന് പകരമായിട്ട് ബദാമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കുക. ഇതൊരു 1/4 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ഏതാണോ അതും കൂടി കൊടുക്കുക. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നല്ലൊരു സ്നോബോൾ കുക്കീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം ഇതേപോലെ വലിയൊരു ബൗൾ എടുക്കുക, അതിലേക്ക് നമ്മുടെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആ പഞ്ചസാര പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തപ്പം നമ്മൾ സാധാരണ കുക്കീസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തേച്ച് കുഴച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പാത്രത്തിലിട്ട് ചെയ്തപ്പോൾ വല്ലാതെ തെറിച്ച് പോയിട്ട് ബീറ്ററിൻ്റെ ആ ബ്ലേഡിലൊക്കെ കുറേ ഭാഗം പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ബീറ്ററിനെക്കാട്ട് ഏറ്റവും നല്ലത് നമ്മൾ കൈ വെച്ചിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് തേച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഒട്ടും നമുക്ക് വേസ്റ്റ് ആവാതെ കിട്ടും കേട്ടോ. അതേപോലെ ചെയ്താൽ മതി. എന്തായാലും ഞാൻ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു 1/2 ടീസ്പൂൺ ഐസ്ക്രീം എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാനില എസൻസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുത്തോ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 200 ഗ്രാം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച നട്ട്സ്, ഈ അണ്ടിപ്പരിപ്പ് ഞാൻ വറുത്തെടുത്തിട്ടില്ല, വേണമെങ്കിൽ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. ബീറ്റർ വെച്ചിട്ട് ഞാൻ ചെയ്തപ്പോൾ എല്ലാം ഓരോ ഭാഗത്തേക്ക് തെറിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ കുഴച്ചെടുക്കുക. എന്നിട്ട് പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചെടുക്കില്ലേ, അതേപോലെ നമ്മൾ നനച്ചെടുക്കുക. എന്നിട്ട് ബോളുകളാക്കി ഉരുട്ടാനുള്ള പാകമാവുന്നത് വരെ നമുക്ക് നനച്ചെടുക്കാം. അപ്പം നനഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളവും പാലും അങ്ങനെയൊന്നും ചേർക്കരുത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം കേട്ടോ. ഓയിൽ കൊടുത്തിട്ട് നനച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം 150 ഗ്രാം ബട്ടർ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിനായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതുപോലെ കുഴച്ച നമ്മുടെ മാവ് എടുത്തിട്ട് നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടി വെക്കുക കേട്ടോ. ഒത്തിരി വലിയ ബോളാക്കണ്ട, ഒരു 2 നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോളാക്കിയിട്ട് ഏകദേശം എല്ലാം ഒരേ വലുപ്പത്തിലാക്കുക. അപ്പോൾ ഒരേ വേവായിട്ട് കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നല്ല ഉരുളകളാക്കിയിട്ട് അകലം പാലിച്ച് നമ്മൾ സാധാരണ ബിസ്ക്കറ്റുകളൊക്കെ വെക്കലില്ലേ, കുക്കീസുകളൊക്കെ വെക്കലില്ലേ, അതേപോലെ എല്ലാം വെച്ച് കൊടുക്കുക കേട്ടോ. ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഉരുണ്ട് കിട്ടുന്ന ആ ടൈം വരെ നമ്മൾ കുഴച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ച് കൊടുക്കുക. എല്ലാം ഉരുട്ടി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതാ നമ്മുടെ കുക്കീസുകളെല്ലാം ഉരുട്ടിയിട്ട് ഒരേ അകലം പാലിച്ച് നമ്മുടെ ട്രേയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുമ്പോൾ സാധാരണ എല്ലാ കുക്കീസുകളും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ 140-ലാണ് ചൂട് കൊടുക്കേണ്ടത്. ആദ്യം 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ആക്കുക. അതിനുശേഷം തീ കുറച്ച് 140-ലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ കുക്കീസ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ടൈം പറയുന്നത്. ആ സമയത്തിനുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും. അത് നമ്മൾ കുക്കീസ് ഉരുട്ടിയെടുക്കുന്നത് വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ടൈമിൻ്റെ വ്യത്യാസം. ഇപ്പം ഇതാ ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കീസ് നല്ലതായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് ഒരുപാട് ചൂട് തണിയരുത്, എന്നാൽ ഒത്തിരി ചൂടും പാടില്ല. ഒരു ഇളം ചൂടുള്ള സമയത്ത് പഞ്ചസാര പൗഡറിൽ കോട്ട് ചെയ്തെടുക്കണം, പെട്ടെന്ന് തന്നെ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് ആ ചെറിയ ചൂടുണ്ടെങ്കിൽ മാത്രമേ പഞ്ചസാര പൗഡർ ഇതിലേക്ക് പിടിക്കത്തുള്ളൂ. അപ്പം നമുക്കിത് കോട്ട് ചെയ്തെടുക്കാം.
ഓരോ കുക്കീസും എടുത്തിട്ട് പഞ്ചസാര പൗഡറിൽ കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് ചെറു ചൂടോടെ ഇതിങ്ങനെ മുക്കിയെടുക്കുക. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഇതുപോലെ മുക്കിയെടുക്കുക. എല്ലാം നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ബിസ്ക്കറ്റിന് ചൂട് തണിഞ്ഞു പോകും. അപ്പോൾ ഇതാ എല്ലാം നമ്മൾ പഞ്ചസാര പൗഡറിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്നോബോൾ കുക്കീസ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി കുക്കീസാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മളിത് പൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ പൊട്ടി വരും. നല്ല രുചിയുള്ള ബിസ്ക്കറ്റാട്ടോ. നിങ്ങൾ ബദാമോ അണ്ടിപ്പരിപ്പോ എന്ത് നട്ട്സും ചേർക്കാം. അപ്പം നട്ട്സ് ചേർക്കുമ്പം ഞാനിപ്പം റോസ്റ്റ് ചെയ്തിട്ടല്ല ചേർത്തത്, റോസ്റ്റ് ചെയ്തിട്ട് ചേർത്തോ. അപ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുതേ. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു സ്നോബോൾ കുക്കീസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.